അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനീയനായ ഉബൈദുള്ള ഫാറൂഖിയാണ്. അദ്ദേഹം 25 വർഷത്തോളമായി അധ്യാപക ഫീൽഡിലുള്ള ആളാണ്. മറ്റൊന്ന് ആദിൽ നസീഫ് ഫാറൂഖിയാണ്. ആദിൽ നസീഫ് ഫാറൂഖിയെ നിങ്ങൾക്ക് അറിയാം, MSMൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ അധ്യാപന രംഗത്ത് ദീർഘകാലം അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു സന്തോഷമുള്ളത്, പിന്നെ ഞാൻ ഈ രംഗത്തേക്ക് വരാൻ ഒരു കാരണക്കാരനായിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് എന്നൊരു വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് പഠനം അവസാനിപ്പിച്ച് ജോലിക്ക് പോയ എന്നെ വീണ്ടും ഈ പഠന മേഖലയിലേക്ക് തിരിച്ചു വിട്ടതും ഇന്ന് ഒരു അധ്യാപകനായി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ എൻ്റെ പ്രിയ അധ്യാപകനായിട്ടുള്ള ഉബൈദുള്ള ഫാറൂഖിയുടെ അദ്ദേഹത്തിൻ്റെ ക്ഷണം കൊണ്ടാണ്. ഉബൈദ് മാഷ് നിങ്ങളത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. ഓർക്കുന്നുണ്ട്. ഞാൻ നമുക്കറിയാം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മളെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് സത്യത്തിൽ ഈ പഠനം. അപ്പോൾ അങ്ങനെ പഠനം അവസാനിപ്പിച്ചിട്ട് ഞാൻ കുറച്ച് കാലമൊക്കെ ഒരു 6 മാസമൊക്കെ ജോലിക്ക് പോയിരുന്നു. അതിനുശേഷമാണ് മദർസയിലൊക്കെ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പഠന രംഗത്തേക്ക് ഉബൈദ് മാഷാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആ ഉബൈദ് മാഷ ഒരു എന്താ പറയുക, അതുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അവരോട് പങ്കുവെക്കാൻ പറ്റുന്ന ചില അനുഭവങ്ങളെക്കുറിച്ചാണ്, വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ പങ്കുവെക്കാൻ തോന്നുന്ന എന്തെങ്കിലും ഒരു വിഷയം ഉബൈദ് മാഷ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെച്ചാൽ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാവാം. അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊന്നും വേണ്ട രൂപത്തിലുള്ള ഈ പ്രോത്സാഹനങ്ങളോ നമ്മുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരാനൊന്നും വേണ്ടത്ര ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ വാപ്പയൊക്കെ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു അറബി കോളേജിൽ പഠിച്ച് ഒരു പള്ളിയിലെ ഇമാമായി അങ്ങനെയൊക്കെ ഇങ്ങനെ പോകണമെന്ന് മാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ഇതിനെക്കുറിച്ചൊന്നും അവർക്കൊരു ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നാം പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട്. ഇപ്പോൾ നിന്നെയൊക്കെ തന്നെ അറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ നല്ലൊരു മേഖലയിൽ നിന്നിലുള്ള നല്ല കഴിവ് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ രംഗത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും പയ്യെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ എന്തുകൊണ്ടും എനിക്കും അഭിമാനിക്കാം എല്ലാ രംഗത്തും സജീവമായതുകൊണ്ട്. ഇപ്പോൾ ഞാൻ ഒരൊറ്റ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ മക്കളോട് പറയും, 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവനയിൽ അടി പിടി, ടൂറ്, പുക, ഒച്ചയും വിളിയും. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ പറയും, ഇത് മക്കളെ ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് അവസാനിക്കും. പിന്നീട് നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ പരീക്ഷ അത് നല്ല വിജയം നേടുക, നല്ല ഒരു ക്യാമ്പസിൽ നല്ല ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടുക, ഇത് നമ്മൾ പറയുമ്പോൾ അപ്പം ശ്രദ്ധിക്കില്ല. ഇപ്പോൾ ഈ വർഷം എന്നോട് ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച കുട്ടി ഈ എല്ലാ അലോട്ട്മെൻറ്റും വന്നിട്ടും ഒരു ചാൻസ് കിട്ടാതായപ്പോൾ വന്നിട്ട് പറയാണ്, സർ എന്തെങ്കിലും ഒരു റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു ചാൻസ് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുമോ? പക്ഷെ പറ്റൂലല്ലോ, ഓൺലൈനല്ലേ. അതുകൊണ്ട് അവൻ അവസരം കിട്ടുന്നില്ല. അപ്പോഴാണ് അവൻ പറയുന്നത്, സർ അന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടപ്പാട് ഉണ്ടാവില്ല എന്ന്. മനസ്സിലായില്ലേ? അത് പിന്നീടാണ് ബോധ്യപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഇതേപോലെ ഒരു കുട്ടി, നമ്മൾ പഠിപ്പിച്ചൊരു കുട്ടി വന്നിരുന്നത്. ഓനിപ്പോൾ പാലയിൽ എൻജിനീയറിങ് അതുപോലെ എൻട്രൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അവനോട് ഇങ്ങനെ വെറുതെ എന്താണ് ഇപ്പോൾ എൻ്റെ പാട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, പാട് സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ അന്നൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ഇങ്ങനെ വേറെ കുറേ കാര്യങ്ങളായിട്ട് നടന്നു. പക്ഷേ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഇനി പഠിച്ചാലും തീരില്ല, അങ്ങോട്ട് എത്താൻ പറ്റാത്ത അത്രയും വലിയ കുറേ സ്ഥലത്തുള്ള ആളുകൾ, അതിനായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അവർക്കിടയിലാണ് നമ്മൾ നമ്മൾ വളരെ പരിമിതമായ അറിവുകൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ഇനി പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട് മൊത്തത്തിൽ. കാരണം ആ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഉബൈദ് മാഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കൂളിൽ കാണുന്ന മാസുകളാണ് ഫുള്ള്. ആരെങ്കിലുമൊക്കെ അങ്ങനെ മാസ് കാണിക്കാനും അതിൻ്റെ കൂടെ കുറേ ആളുകൾ നമ്മളൊക്കെ അധ്യാപകരാകുന്ന സമയത്ത് പല സന്ദർഭങ്ങളും കാണും. അപ്പോൾ ഈ മാസ് കാണിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന സംഗതി എന്തോ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഈ മാസ് കാണിക്കുന്ന ആളുകളൊക്കെ പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യാനാണ് ചെയ്യുക.
എത്രയോളം നിങ്ങൾക്ക് ഇംപ്രഷൻ ആവേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെയാണ് അവരുടെ മനസ്സിലൊരു വിചാരം. അപ്പം അങ്ങനെ കാണിക്കുന്നതിലൂടെ സത്യത്തിൽ അവരുണ്ടാക്കുന്ന സംഗതി എന്താ വെച്ചാൽ അവരുടെ ജീവിതം കുറേ എന്ത് ചെയ്യാണ്, കുറേ കാര്യങ്ങൾ പാഴായി പോവുകയും അവസാനം ഒന്നുമില്ലാതെ എന്ത് ചെയ്യാണ് ഇവിടെ ലൈഫ് തീർന്നു പോവുകയും ചെയ്യണം. അപ്പോൾ ആദിൽ നസീർ ഫാറൂഖ് നിങ്ങളേതായിട്ടുള്ള മേഖലയിൽ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടാവും. പിന്നെ ഈ രംഗത്ത് നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു സംഗതി അത് സൂചിപ്പിക്കാമോ? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മക്കളെ, അധ്യാപന ജീവിതത്തിൽ അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടാവും. പക്ഷെ എല്ലാം കൂടെ പറയാനുള്ളൊരു സമയമല്ല, വളരെ കുറഞ്ഞ സമയമാണ് ഈ ഒരു സെഷനുള്ളത്. ഏതായാലും ടീച്ചിങ് ഫീൽഡ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ടീച്ചറായ വ്യക്തിയാണ് ഞാൻ. വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ടീച്ചറായ ഒരാളല്ല, ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഫീൽഡിലെത്തിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടത്തോടെയാണ് ഞാനൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യാറുള്ളത്. മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ സ്നേഹത്തോടെ നമ്മൾ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ പോലും അത് നന്നാകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ നൽകുന്ന സാരോപദേശങ്ങളായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് കുട്ടികളുടെ സംസാര ശൈലിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കുട്ടികൾ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരുടെ പി ടി പീരീഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ബോളിങ്ങനെ ഈ വൺ ടച്ച് അല്ലേ അറിയാലോ, ബോൾ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ബാക്കിൽ വരുന്നൊരു കുട്ടി എന്ത് ചെയ്തു അറിയോ, ആ ബോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിയിട്ട് പോയി. സ്വാഭാവികമായിട്ടും അവന് ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അമർഷം ഉണ്ടാവും, ഇഷ്ടക്കേടുണ്ടാവും. അപ്പോൾ ശരിക്കും അവൻ പറയേണ്ടിരുന്നത് എന്തായിരുന്നു, ഈ ചെയ്തത് ശരിയായില്ല, എന്നെ ശല്യപ്പെടുത്തിയില്ലേ, എനിക്ക് ആ ബോൾ എടുത്തുകൊണ്ടാ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ അവൻ തന്നെ പോയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ടാന്ന് ആവശ്യപ്പെടാം. പക്ഷെ ആ സമയത്ത് അവൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് അല്ലേ, എടാ DOG ആ ബോൾ എടുക്കടാന്നാ. അപ്പോൾ ഞാൻ ശരിക്കും ഇവനൊന്നിങ്ങനെ നോക്കിയിട്ടോ, അതവന് കണ്ടിട്ടില്ല. കാരണം എനിക്കിത് ആരാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയത്. അങ്ങനെ പോയി അവനോട് സംസാരിക്കാൻ നിൽക്കണേ. അപ്പോൾ ഞാൻ മറ്റോനെ ഒന്ന് നോക്കി, ഇനിയിപ്പോൾ എനിക്ക് തെറ്റണ്ട, അവിടെ വല്ല നായ്ക്കുട്ടി ഉണ്ടോ, ഓനോട് പറഞ്ഞതാണെങ്കിലോ അല്ലേ, നമ്മൾ ഈ പൂച്ചയോടൊക്കെ സംസാരിക്കാനാണല്ലോ, അതുപോലെ തന്നെ പല മൃഗങ്ങളോടൊക്കെ സംസാരിക്കാറില്ല, അങ്ങനെ അവൻ മൃഗങ്ങളോടാണോ സംസാരിക്കണമെന്ന് തോന്നിപ്പോയി. അപ്പോൾ അല്ല, അവൻ്റെ ക്ലാസ്മേറ്റിനോട് തന്നെയാണ് സംസാരിക്കണേ. ബൗ എന്ന് വിളിച്ചിട്ട് ബോൾ എടുക്കാൻ പറയാണ്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ ആ ബൗ എന്ന് വിളിക്കപ്പെട്ടവനെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യും, തിരുത്തും. എന്ത് പണിയാണ് കാണിച്ചേ, ജിന്നെ DOG എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ, ഞാനൊരു മനുഷ്യ കുഞ്ഞല്ലേ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു പുത്രനല്ലേ, ഞാൻ ഒരു മകനല്ലേ, അപ്പോൾ ജിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോ. ഒന്നെങ്കിൽ ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും അല്ലേ, അല്ലെങ്കിലോ ഇനി മേലാലിനെ അങ്ങനെ വിളിക്കരുത്, ഇങ്ങനെയൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ വായിൽ നിന്ന് ഞാൻ കേട്ടത് പോട PIG എന്നായിരുന്നു. DOGക്ക് പകരം PIG എന്ന് പറഞ്ഞാലേ കുട്ടികൾക്ക് ഇതിൽ വേറൊരു അനുഭവമുണ്ട്. ഞാൻ എല്ലാ അനുഭവം പറയണില്ല. അതിലൊരിക്കൽ ഈ ഇരട്ടപ്പേര് വിളിക്കാൻ, ഇവിടെ എന്താ അങ്ങനെ തന്നെ അല്ലേ പറയാ അല്ലേ, രണ്ടാം പേര് A പേര് അല്ലെ അങ്ങനെയൊക്കെ പറയാം, ഇരട്ടപ്പേര് തന്നെ, ഇരട്ടപ്പേര് വിളിക്കാണ്. എടാ അപ്പം ഞാൻ വെറുതെ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് അവൻ്റെ ശരിക്കുള്ള പേര് വിളിച്ചൂടെ? അപ്പോൾ ഇങ്ങനെ തലയിൽ കൊണ്ടാണ്, സർ ശരിക്കുള്ള പേര് എനിക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പേര് പോലും അറിയണില്ല. ഇരട്ടപ്പേര് വിളിച്ച് ശീലായിട്ടവന് ഒറിജിനൽ പേരേ മറന്നിട്ടുണ്ട്. ഏത് പേര്, മോനു, സോനു, കുട്ടു, മിട്ടു, പുട്ടു അതല്ല കേട്ടോ, നമ്മൾ ചാർത്തി കൊടുക്കുന്ന വേറൊരു പേരുണ്ടല്ലോ, ആ പേരിനെ പറ്റി ഞാൻ പറയണത്. അതേ നാവിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ വിളിക്കുമ്പോൾ അവർക്ക് വരുന്ന പേര് മൃഗങ്ങളുടെ പേരാണ്. അപ്പം എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മൃഗത്തിൻ്റെ പേര് വിളിക്കാൻ കഴിയാം? ശരിക്കും അത് ആലോചിച്ച് നോക്കിയാൽ ഒരു വളരെ മോശപ്പെട്ടൊരു സംഗതിയല്ലേ. ഒരു നായ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു പന്നി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, കഴുത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, മറ്റു മൃഗങ്ങൾ പേരുകൾ നമുക്കറിയാം. നല്ല അല്ലേ,
മുഖവും ദിവസവും കണ്ണാടിയിൽ നോക്കി മുഖം മിനുക്കി മുടി ചീകി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്ന തൻ്റെ സഹപാഠിയോട് എൻ്റെ ഒപ്പം ഇരിക്കുന്ന, ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ വീഴുന്ന സമയത്ത് ക്ലാസ്സിൽ മറ്റുള്ളവരുണ്ടാവില്ല, ഇവനായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരാ വരാന്ന് പോലും നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്കൊരു തെറിവിളി, ഒരു മൃഗത്തിൻ്റെ പേര് വിളിക്കാൻ കഴിയരുത് എന്നാണ്. ഇത് ശരിക്കൊരു ശീലമാണ്. എന്താ അറിയോ, നമ്മൾ 5 കുട്ടികളാണ് എൻ്റെ ഗ്യാങ്ങിലുള്ളത് വിചാരിക്കുക. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് 5 കുട്ടികളുണ്ട്. ആ 5 കുട്ടികളിൽ ഒരാളാണ് ഞാൻ. 4 കുട്ടികളും ഈ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലേ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്യും, ഞാനും അങ്ങനെ വിളിക്കുന്ന ആളാവുന്നതാണ്. മനസ്സിലായോ? കാരണം ഞാൻ എപ്പോഴും കേൾക്കുന്നത് എന്താണ്, പേരുകൾക്ക് അതീതമായി ഞാൻ ഈ തരത്തിലുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഒരിക്കലും ലക്ഷ്യം വെച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടല്ല അങ്ങനെ വിളിക്കുക. ഇന്ന് സ്കൂളിലെത്തിയിട്ട് 2 ആളുകളെ DOG വിളിക്കണം, ഇൻഷാ അള്ളാഹ് ഇറങ്ങാണ്ടല്ല പോണത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദേഷ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അതിൻ്റെ കൂടെ അത് വിളിച്ചു പോവാണ്. അപ്പോൾ അങ്ങനത്തെ ഗ്യാങ്ങുകളിൽ നിന്ന് നമ്മൾ ഈ നല്ല സന്ദേശം, ഇതിൻ്റെ അപകടം അവർക്ക് പറഞ്ഞു കൊടുക്കുക, ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെങ്കിലും അങ്ങനെ വിളിക്കാതിരിക്കാൻ മുൻകരുതലുകൾ അല്ലെങ്കിൽ ജാഗ്രത ഉണ്ടാകണം എന്നാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില അക്ഷരങ്ങൾ പറഞ്ഞല്ലോ, ഇത് വളരെ ചെറിയ സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ DOGയും കാര്യങ്ങളൊക്കെ വളരെ ചെറുതാണ്. അതല്ലാത്ത ABCD മുതൽ ബാക്കിയുള്ള ഏതൊക്കെ ലെറ്റർ ഉണ്ടോ അതൊക്കെ സത്യത്തിൽ ഒരു വെറുതെ, അതായത് എന്തെങ്കിലും ദേഷ്യം വരുന്നു വേണ്ട, അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ സാധാരണ എടാ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. സത്യത്തിൽ ഇതൊരു നേരത്തെ നമ്മൾ മുമ്പ് കുറേ ചർച്ച ചെയ്തല്ലോ, ഇതെന്തോ ഒരു വൈബാണ് എന്നാണ്. പണ്ട് ആ തൊപ്പിയുടെ കേസിൽ പറഞ്ഞല്ലോ, ഒരു കുട്ടീൻ്റെ ഇൻ്റർവ്യൂ ആണിപ്പോൾ, ഭയങ്കര വൈബായിട്ടുള്ള തെറിവിളിയാണ് എന്നാണ്. അപ്പോൾ ഈ തെറിവിളി ഒരു വൈബാവും, അതാണ് ആവേശം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പുതിയൊരു തലമുറകളെ കാണുന്ന സമയത്ത് അവരെക്കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഒരു മനസ്സിൽ ഒരു മതിപ്പ് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. ചില അനുഭവങ്ങൾ ഇപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച ഒരു കുട്ടിയാക്കണം, പെട്ടെന്ന് അവൻ്റെ നാവുന്നത് വീണോടുകൂടെ അതുവരെ നമ്മൾ ആ കുട്ടിയെ വിചാരിച്ചിരുന്ന ആ സംഗതി ഒക്കെ എന്ത് ചെയ്യാണ്, അതോടുകൂടി പോവാണ്. നമ്മളിങ്ങനെ നോക്കും അല്ലേ, യൂട്യൂബ് ബ്രൂസ്റ്റേഴ്സ് നോക്കിയില്ലേ, നീയും എന്ന് ചോദിക്കുന്ന പോലെ നമുക്ക് ഭയങ്കര ഒരു ഫീലാവും സത്യത്തിൽ അധ്യാപകരെ സംബന്ധിച്ചോളം. സാർ, നിങ്ങൾ ഈ വൈബ് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഓർമ്മ വന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു ടൂറ് പോയിരുന്നു. ടൂറ് പോയ സമയത്ത് കുറച്ച് പ്രായമുള്ള 2-3 ടീച്ചേഴ്സ് അവരുടെ മുന്നിലെ സീറ്റിൽ അവർ ഡാൻസിന് ഇതിനൊന്നും കൂടുന്നില്ല, അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മറ്റു കുട്ടികൾ പറയാണ്, എന്താ അവരൊന്നും വരാത്തൂന്ന് 1-2 കുട്ടികൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി എന്താണെന്നോ, അത് തള്ള വൈബാണ്, തള്ള വൈബാണ്. അപ്പോൾ അങ്ങനെ കുറേ വൈബ് കുട്ടികളുടെ പുതിയ നമ്മളിപ്പോൾ ഉപദേശിച്ചാലേ നമ്മളോട് പറയാം, അപ്പോൾ ഉപദേശിക്കാൻ പേടിയാണ്, അപ്പോൾ നമ്മൾ തന്ത വൈബാവും. അപ്പോൾ അഥവേ നമ്മളെന്തെങ്കിലും പോയി ഇത് തന്ത വൈബായിട്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഓല കൂടെ അങ്ങനെ നിൽക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. തന്തവൈബ് മാത്രമല്ല മോയമോയാവും. യെസ്, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്ത് ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ഈ പ്രത്യേകിച്ച് നമുക്ക് തോന്നിയുള്ളേ, ഇപ്പോൾ കുട്ടികൾ കുറേ സംഗതികൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അറിയാം, അവരിത് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകൾ അവരുടെ ജസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ മനസ്സിലാവും, കാരണം നമ്മൾ ഏറെക്കുറെ ഈ ഒരു ഇതിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെ ധാരണ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്തവൈബാണ്, ഇതൊന്നും അറിയില്ല. ഓലിങ്ങനെ പറയുന്ന ചില വേർഡ്സ് അല്ലെങ്കിൽ ചില ജസ്റ്റേഴ്സിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവരേതാ ടൈപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരത് ശ്രദ്ധിക്കുന്നില്ല ശരിക്കും. അങ്ങനെയൊക്കെ സർ, ഞാനൊരു അനുഭവം പറയട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ മക്കൾക്ക് നമ്മളെ മുമ്പിലേക്ക് അവരിങ്ങനെ കാണുമ്പോൾ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാനൊക്കെ തോന്നിപ്പോകും. അത്ര നല്ല ഭക്തിയൊക്കെ കാണിക്കുന്ന, അതേപോലെ എല്ലാം നമ്മുടെ മുമ്പിൽ ഭയങ്കര സംഗതിയൊക്കെ അവരെ പൂജ ഇതൊന്നും അറിയുന്നില്ല. എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു അനുഭവം പറയട്ടെ. ഇപ്പോൾ കഴിഞ്ഞ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ ഈ അവസാനത്തെ 10 എത്തിക്കാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ഒരു കുടുംബസമേതം പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഖുർആൻ ഓത്തിലാണ്. അങ്ങനെ ഒരു 11-11:45 ആയപ്പോൾ ഭാര്യ
ഭർത്താവിനെ വിളിച്ചിട്ട് പറയാണ്, പിന്നെ മോളെ കാണാനല്ല, മോൾ എവിടെയാണ്, അവിടെ നിങ്ങളെടുത്തുണ്ടോ? അങ്ങനെ അവരവിടെ എല്ലാം അന്വേഷിച്ചു നോക്കി, കാണുന്നില്ല. അങ്ങനെ അവസാനം അവിടെ പിന്നെ പള്ളിയിൽ CCTV ഉണ്ട്. ആ CCTV ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ 11 മണി കഴിഞ്ഞ് 11:15 ആയപ്പോൾ ഒരു ചെറുക്കൻ വന്ന് ബൈക്കിൽ കയറി ആ പെണ്ണ് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? എത്തികാഫിലാണ്. 2 മണിക്കാണ് പിന്നെ ഖിയാമുല്ലയിൽ തുടങ്ങുന്നത്. കുട്ടി ഖിയാമുല്ലയിൽ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് ആ പള്ളിയിൽ വരുന്നു, എത്തികാഫിൽ പിന്നെ ലൈലത്തുൽ പിന്നെ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു, സുബൈ നമസ്കരിക്കുന്നു. അങ്ങനെ ആ അത്താങ്കാഴ്ച സുബൈ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ വാപ്പ ചോദിച്ചു മോളോട്, മോൾ ഇന്നലെ എവിടെ ഇരുന്നു, എവിടേക്കാ പോയിരുന്നു ചോദിച്ചു. അപ്പോൾ മോളെ എവിടെ ഞാൻ പോയിട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സാധാരണ അവർ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വാപ്പാൻ്റെ അടുത്ത് ഈ മൊബൈൽ ഫോണിൽ എന്തുണ്ട്, ഈ CCTVൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു. സ്തബ്ധയായി നിൽക്കുകയാണ്, ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് വാപ്പാൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നോ, അടിച്ചു. പിന്നെ എന്താ ഉണ്ടായത് എന്നോ, ഈ മക്കൾ ഇപ്പം നേരത്തെ ഇവിടെ നമ്മുടെ സൽമാൻ ഭാര്യ മാതാപിതാക്കളുടെ ക്ലാസ് ആണല്ലോ, അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ, ഇങ്ങനെയൊക്കെ സഹായിച്ച നമ്മുടെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഈ അടിച്ചതിൻ്റെ പേരിൽ ഈ മോൾക്ക് അറിയാം, അവർക്ക് ഇല്ല ഇന്നത്തെ പിന്നെ നിയമങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. നേരെ പോലീസ് സ്റ്റേഷൻ ചെന്ന് വാപ്പ അടിച്ചത് പരാതി കൊടുത്തു. അവസാനം ആ രക്ഷിതാവ് പറഞ്ഞത് എന്താണെന്നോ, എത്തികാഫിൻ്റെ അല്ലെങ്കിൽ അവസാനത്തെ 10 3 രാത്രികൾ എൻ്റെ മോൾ കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പുതിയ മക്കളുടെ ചില ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞുണ്ടല്ലോ, പക്ഷേ ഇതിപ്പോൾ ആ കുട്ടിയെ നമ്മൾ പൊതുവിൽ കാണുന്ന സമയത്ത് എന്താണ്, നമുക്ക് നേരത്തെ പറഞ്ഞു ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത്തരം കുട്ടികൾ ഇങ്ങനെ ഒരു സംഗതി കാണുന്ന സമയത്താണ് നമ്മൾ അവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടുകൂടി അവരോടുള്ള നമ്മുടെ സമീപനത്തിൽ എന്ത് ചെയ്യും, ഒരു കാര്യം ഇങ്ങനെ ഈ ദീൻ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയുക, ചില ആളുകൾക്കൊരു എന്താണ് ഒരു ചെറിയ ചൂണ്ടയാണ്. നേരത്തെ മുമ്പ് ആരോ പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ രാവിലെ ഈ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മറ്റോളെ വിളിക്കാം, എന്നിട്ട് ഫോണിലേ രാത്രി 4:30 എന്ത് ചെയ്യാണ്, ഇവൻ അലാറം വെച്ച് എണീക്കുക, എന്നിട്ട് മറ്റോൾക്ക് ഫോൺ ചെയ്യാം, തഹജ്ജുദ് നിസ്കരിക്കണ്ടോ. ഇത് ആരാണ്, എന്തൊരു ഈമാൻ ആലോചിക്കണേ, അൽഹംദുലില്ലാ ഖൈർ പറഞ്ഞില്ലേ, ഒരു മുഖംമൂടിയാണ് ഇതൊക്കെ. അത് അങ്ങനെയുള്ള ചില സംഗതികൾ കാണുമ്പോൾ അപ്പോൾ ദീനാണെന്ന് അറിയാൻ ചെയ്യാം. ഇങ്ങനെ ദീനുള്ള ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യൂല, ഇത്ര മനസ്സിലാക്കിയത്, ഇത്ര ദീനുള്ള ഒരാൾ എന്ത് ചെയ്യില്ല, അന്യ സമയത്ത് ഒരു സ്ത്രീയെ വിളിച്ചിട്ടോ ചാറ്റ് ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല എന്ന് കൃത്യമായി. എന്നിട്ട് ഓൻ എന്ത് ചെയ്യാണ്, നിസ്കരിച്ചോ, അസർ നിസ്കരിച്ചോ, ലോർ നിസ്കരിച്ചോ, സുന്നത്തൊക്കെ നിസ്കരിക്കണം, ഇവൻ്റെ ഉപദേശമാണ്. അപ്പോൾ ഇതൊക്കെ സത്യത്തിലൊരു ചൂണ്ടയാണെന്ന് പലരും മനസ്സിലാക്കാതെയാണ്. അപ്പോൾ ഓൻ ഭയങ്കര ദീനിയാണെന്നൊക്കെ പറയും. ദീനിയാണെങ്കിൽ എന്ത് ചെയ്യൂല, ഈ വക പരിപാടിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇരട്ടപ്പേരിൻ്റെ വിഷയം അല്ലെങ്കിൽ തെറിവിളിയുടെ വിഷയം പറഞ്ഞ പോലെ തന്നെ ഒരു ഇപ്പോഴത്തെ മറ്റൊരു ട്രെൻഡായിട്ട് എനിക്ക് തോന്നിയാണ്, ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ എപ്പോഴാണ് അടി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. തിങ്കളാഴ്ച ഒരു അടി നടന്നാൽ ചൊവ്വാഴ്ച അതിൻ്റെ ബാക്കി ഉണ്ടാവും, ബുധനാഴ്ച പിന്നെ എന്തായാലും അതിൻ്റെ ബാക്കി ഉണ്ടാവണമല്ലോ. അപ്പോൾ ആഴ്ചയിൽ സ്കൂൾ 2 ദിവസം ചിലപ്പോൾ ഒഴിവ് ദിവസമുള്ളൂ, പക്ഷെ 5 ദിവസം അടി ഉണ്ടാവുന്ന ഒരു അവസ്ഥ. അത് അടിയിൽ ഓരോ ക്ലാസ് ബേസ് അപ്പം എനിക്കോ കാണുന്നത്, 10ാം ക്ലാസ് ഒരു ടീം, 9ാം ക്ലാസ് ഒരു ടീം, അതിനൊരു കീറക്കൊടി ഉണ്ടാവും. ഒരു കീറത്തുണി, ഒരു കൊടി, APK CPK എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഗ്യാങ്ങിന്റെ പേര്. എന്നിട്ട് പിന്നെ കൊടിമച്ചളിയായി. ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അവസാനം നടന്ന ഒരു അടിന്റെ വിവരം ഞങ്ങൾ അധ്യാപകരുടെ അടുത്തെത്തി. അപ്പോൾ എന്താ വെച്ചാൽ, ഒരു ടീം റീലിട്ടപ്പോൾ, പോസ്റ്റ് ചെയ്തപ്പോൾ, ഷെയർ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു ടീം പാൽക്കുപ്പിൻ്റെ ഫോട്ടോ ഇട്ടു. ഇത്ര പാൽക്കുപ്പി ഇട്ടു. അപ്പം എന്തിനാടാ പാൽക്കുപ്പി ഇട്ടത് എന്ന് പറഞ്ഞാണ്ട് പിറ്റേ ദിവസം അതിനടി. ഇങ്ങനെ എന്താണ് റീസൺ എന്നോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നല്ല, ചെറിയ വിഷയങ്ങളിൽ ഹേതുണ്ടാക്കി അല്ലെങ്കിൽ കാരണം ഉണ്ടാക്കിയിട്ട് അടിക്ക് കാരണം കണ്ടെത്തുക. കാരണം ഉണ്ടായിട്ട് അടിക്കല്ല, അടിക്കാൻ വേണ്ടി കാരണം കണ്ടെത്തുന്ന ഒരു സിസ്റ്റം. ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ആഴ്ചയിലാണ്, അതായത് ഈ ആഴ്ചയിലാണ് പിന്നെ ഒരു കുറേ സബ് ജില്ലാ കലാമേളകൾ നടന്നത്. മലപ്പുറം ജില്ലയിൽ എനിക്ക് തോന്നുന്നു 10 സബ് ജില്ലാ കലാമേളകൾ നടന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ കലാമേളയുടെയും സമാപന ദിവസം 8 സബ് ജില്ലയിലും അടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരാ വരുന്നത്? സബ് ജില്ലയിൽ ഒരിക്കലും ഒരു മത്സര ഇനം ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി പറഞ്ഞ പോലെ അടിപിടി നടക്കേണ്ട ഒരു ഐറ്റം അല്ല, അതേതായാലും ഇല്ല. പക്ഷേ സമാപനത്തിൽ ട്രോഫി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു അടിപിടി എനിക്ക് തോന്നുന്നു ഈ
കുറച്ചുകൂടെ അത് സജീവമായത് ഒരു സിനിമയ്ക്ക് ശേഷമാണ്. തല്ലുമാല എന്നൊരു സിനിമയ്ക്ക് ശേഷം ഇത് കുറച്ചുകൂടെ ഒരു ട്രെൻഡായിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നിട്ട് ഒന്ന് ഷോൾഡർ തട്ടിയിട്ടെങ്കിലും ഒരടി ഉണ്ടാക്കണം, എന്നിട്ടത് കാണണം അല്ലേ, എന്നിട്ട് ആ തല്ലുകൾ പോസ്റ്റ് ചെയ്യുക, അത് റീലാക്കുക, എന്നിട്ട് ഏത് തല്ലിൻ്റെ റീലിനാണ് കൂടുതൽ ഷെയർ കിട്ടണമെന്ന് ആഘോഷിക്കുക. സത്യത്തിൽ ഭയങ്കര അത്ഭുതമാണ്. ഒരു സോഷ്യൽ ന്യൂസൻസ് ആയിട്ട് ഈ ഒരു സംഗതി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഈ ഒരു കൗമാരം അല്ലേ, നമുക്ക് ചിലപ്പോൾ തന്തവൈഭവം കൊണ്ട് മനസ്സിലാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. വെറുതെ അടിപിടികൾ, ഒരാളെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കുന്ന ചീത്ത വാക്ക്, അസഭ്യം, ഒരാളെ കാണിക്കുന്ന അക്രമം, ഇസ്ലാമിൽ ഇതൊക്കെ ഭയങ്കര തെറ്റായിട്ടാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ അല്ലേ. ഒരാളെ ഷണ്ട കൂടുക, അയാളെ കൊല്ലുക, അയാളെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞ കുഫറാണ്. എന്താ കുഫർ? പിന്നെ എൻ്റെ പേര് ആദിൽ നസീഫായിട്ട് കാര്യമില്ല, ഞാനും ഒരു കാഫിറും എന്താണ് ഈക്വലാണ്. ഞാൻ രണ്ടാമത് എന്ത് ചെയ്യണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലി മുസ്ലിം ആകണം. എന്നെ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര വലിയ ഗൗരവമായിട്ടുള്ള തെറ്റാണ്. അപ്പൊ ഒരു അടിപിടിക്ക് ഞാനാണ് ഹേതു, ഞാനാണ് കാരണക്കാരെന്നുണ്ടെങ്കിലോ, ഒരു അടി ഉണ്ടാക്കാൻ കാരണം ഞാനാണെന്നുണ്ടെങ്കിലോ, അവിടെ കൂടിയ എത്ര ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടോ അതിൻ്റെ ഒക്കെ തെറ്റ് എനിക്കല്ലേ കിട്ടണത്. എന്നാൽ നന്മയും ഇങ്ങനെ തന്നെയാണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മയും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങളെ സ്കൂളിൽ തണൽക്കൂട്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. തണൽക്കൂട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുഡ് ഫെസ്റ്റ് നടത്തിയാലും അതുപോലെ തന്നെ സ്പെഷ്യൽ കളക്ഷൻ നടത്തിയിട്ടൊക്കെ ആ സ്കൂളിൽ ആ വർഷം ഏറ്റവും സാധുവായൊരു കുട്ടിനെ കണ്ടെത്തും. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കും. വീടില്ലാത്ത കുട്ടിയെ കണ്ടെത്തിയിട്ട് വീടുണ്ടാക്കി കൊടുക്കും. ഈ പഠിക്കുന്ന ഈ കുട്ടികളാണ് ഏറ്റവും അധികം മുമ്പിൽ ഉണ്ടാവുക. ഫുഡ് ഫെസ്റ്റ് നടത്താനും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാനും അത് സെർവ് ചെയ്യാനും അതിൻ്റെ ഫണ്ട് കളക്ട് ചെയ്യാനും ആക്റ്റീവാണ്. വളരെ സന്തോഷം തോന്നും. ആ പൈസയാണ് അവർ അധ്വാനിച്ച, പ്രയത്നിച്ച, അവർ ഇറങ്ങി വെയിൽ കൊണ്ട് വിയർപ്പൊഴുക്കി കളക്ട് ചെയ്ത പൈസയാണ് ഒരു കുട്ടിയുടെ വീടായിട്ട് മാറുന്നത്. ഭയങ്കര സന്തോഷമല്ലേ? നല്ലൊരു കാര്യമല്ലേ? സന്തോഷമാണ്, അഭിനന്ദനാർഹമാണ്. പക്ഷെ അതേ കുട്ടികൾ തന്നെയാണ് അടുത്ത ആഴ്ച പോയിട്ട് അടി ഉണ്ടാക്കുന്നതും. അപ്പം അത് സങ്കടമാണ്. അപ്പം നന്മയും തിന്മയും ഒരുപോലെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് അല്ലേ, മുതിർന്നവർ, നമ്മുടെ പാരൻസ് ആണെങ്കിലും അധ്യാപകരെ സംബന്ധിച്ചൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഒന്നിൽ ഫിക്സ് ആക്കാൻ കഴിയണം. ആ ഏതായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഫിക്സ് ആക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന എന്തായാലും തിന്മയാകാൻ പറ്റൂലല്ലോ. അപ്പം അത് നന്മയിൽ മത്സരിച്ച് മുന്നേറാനാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന കൽപ്പന. ഇത് ഇങ്ങനെ സമാനമായ കുറേ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ സംസാരിക്കാനുണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ അടിപിടി കേസ്, അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒക്കെ നമ്മൾ സെൻഡ് ഓഫ് നടത്തുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിൻ്റെ മുമ്പിലൊക്കെ 1-2 പോലീസ് ജീപ്പ് അവിടെ ഉണ്ടാവും. സത്യത്തിൽ അവർ അവസാനമായിട്ട് അന്ന് ആ സ്കൂളിനോട് വിട പറയുന്ന ദിവസമാണ്. പക്ഷേ അധ്യാപകരോടൊക്കെ സംസാരിച്ച് ഇറങ്ങേണ്ട സമയം. പക്ഷെ അന്ന് 1-2 പോലീസ് ജീപ്പിൻ്റെ അകമ്പടി ഇല്ലാതെ സ്കൂളിൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അവസാനമുള്ള കണക്കൊക്കെ തീർക്കാനുള്ള ഒരു സമയമായിട്ട് കാണുക. ഈവൻ അതായത് അവിടെയുള്ള ബെഞ്ച് ഡെസ്കൊക്കെ തച്ച് പൊട്ടിക്കുക, അധ്യാപകന്മാരെ കാറോ അങ്ങനെ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ചില അധ്യാപകരുണ്ടാവുമല്ലോ, സ്നേഹം കൂടുതലുള്ള അധ്യാപകരുടെ കാറ്, അതുപോലെ തന്നെ ബൈക്ക്, ഇതൊക്കെ പ്രത്യേകം എന്താ പറയുക സ്കെച്ച് ചെയ്യുക, സ്പോട്ട് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും ആ സമയത്ത് പക്ഷേ ഒരിക്കലും മനസ്സിലാവുന്നുണ്ടാവില്ല. ഇതിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ മാറി വരുന്ന ചില സോഷ്യൽ മീഡിയയിൽ അതിന് വലിയ പങ്കുണ്ട്. നേരത്തെ പറഞ്ഞ ആരാണ് എന്താണെന്ന് അറിയില്ല, പക്ഷേ അവരുടെ കൂടാണ്. ഇപ്പം ഈ തൊപ്പി പറഞ്ഞ ആളെ ഈ അടുത്ത് വീഡിയോ കണ്ടു, ഈ ഇങ്ങനെയൊന്നും നടന്നാൽ നടക്കൂല, പിന്നെ ഈ ഫാമിലി ഒന്നും ഇല്ലെങ്കിൽ നടക്കൂല എന്നാണ്ട് ഓൻ്റെ ഒരു ശരിക്കൊരു ഞാനൊക്കെ നിർത്തി എന്നുണ്ട്. ഓനോ ആ ലൈവിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മുടിയൊക്കെ മുറിച്ച് ഇതൊന്നും അല്ലട മക്കളെ ലൈഫ് എന്ന് ഓന്നെ പറയുന്നുണ്ട്. ഇതുവരെ പിന്നാലെ നടന്ന കുറേ കുട്ടികളുണ്ട് ഇതേപോലെ മുടി വളർത്തിയിട്ടും എന്താണെന്നൊന്നുമില്ല. അപ്പം ഇത് ആരാ എന്താണെന്നൊന്നുമില്ല. അപ്പോൾ വസ്ത്രധാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മുടിവെട്ടലൊക്കെ, അപ്പോൾ ഇത് വസ്ത്രധാരണം, ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ ഒരു വലിയൊരു പ്രശ്നം. ഇപ്പോൾ എനിക്ക് എൻ്റെ സ്കൂളിൽ കണ്ടിട്ടുള്ളത് ഒറ്റ കുട്ടി മുടി ചീകുന്നില്ല. അതായത് അവർ കുളി കഴിഞ്ഞ് ആ രൂപത്തിൽ ഇങ്ങോട്ട് ക്ലാസ്സിക്ക് വരികയാണ്. പലപ്പോഴും നമ്മൾ പറയും മക്കളെ ഒന്ന് ചീകി വെക്കും. അതേപോലെ തന്നെ ചെറിയ ഷർട്ട് ഈ അറ്റത്തെ ബട്ടൺസ് ഇടൂല, അപ്പോൾ അത് തുറന്നിടണം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പലപ്പോഴൊക്കെ അടി നടക്കുന്നത് 10ാം ക്ലാസ്സുകാർ 9ാം ക്ലാസ്സുകാരോട് ഇത് ഇടാൻ പറഞ്ഞതിൻ്റെ പേരില്ല. അപ്പോൾ അതിൻ്റെ പേരിലൊക്കെയാണ് എന്ത് പ്രശ്നങ്ങൾ നടക്കുന്നത്. ശരിക്ക് ഒരു വൃത്തി, ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം ഇവിടെ പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്തായിരുന്നു പറയാൻ പറ്റും? ഞാൻ എൻ്റെ ഒരു 1-2 വർഷം മുമ്പ് ഞാൻ
സ്കൂളിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്, ക്ലാസ്സിൽ ചെന്നു. അപ്പോൾ ക്ലാസ്സിൽ ചെന്നൊരു 10ാം ക്ലാസ്സിലൊരു കുട്ടീനോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചപ്പോൾ എണീറ്റ് നിന്നപ്പോൾ സത്യത്തിൽ ഓൻ ഷിബ് ഇട്ടിട്ടില്ല. അപ്പോൾ ഷിബിടാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നോ, അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയണ്ട, അവനെ വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി അവൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിന്നെ തൊട്ടിങ്ങനെ അവനെങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കാതിൽ പറഞ്ഞെടുത്തു, മോനെ ഷിബ് ഇട്ടിട്ടില്ല, അത് ഇട്ടോന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ടിട്ട് പറഞ്ഞു, സാർ ഏത് ലോകത്താ ജീവിക്കണ്? പടച്ചോനെ, ഞാൻ വിചാരിച്ചു ഷിബിടാൻ ഏത് ലോകം, ഭയങ്കര പറയാ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്നാ, പിന്നെ അപ്പോൾ ഓൻ പറയാണ്, സർ ഇതാണ് ഇപ്പോഴത്തെ മോഡൽ, അതായത് 34 ഇഞ്ചുള്ളത് 32 വാങ്ങുക, പാൻറ് ചെറുതാക്കുക, എന്നിട്ട് അടിയിൽ ഒരു വലിയ ട്രൗസർ പോലെ, എന്നിട്ട് ചെറിയ ഷോർട്ട്, അത് കാണിച്ച് നടക്കുക. അപ്പോൾ ശരിക്കും സർ ഇസ്ലാമിൽ അങ്ങനെയല്ലേ? എന്ത് നമ്മുടെ ശരിക്കും അല്ലാഹു ഇന്നല്ലാഹ ജമീലുൻ അല്ലേ, യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. പിന്നെ മുടിയൊക്കെ ജട പിടിച്ച് നടക്കുന്ന ആളോടൊക്കെ റസൂല് പറഞ്ഞിട്ടില്ലേ, നീ ഒതുക്കി വൃത്തിയായി ആളുകൾക്ക് നല്ല ഒരു കാണാൻ ഇമ്പമുള്ള രൂപത്തിൽ, അങ്ങനെയല്ലേ? അപ്പൊ ആ രൂപത്തിലൊക്കെ അതൊക്കെ നമുക്ക് അനുഭവമാണ്. എനിക്ക് തോന്നുന്നതേ, ഇപ്പോൾ ബോയ്സ് അത്രയും മുടി വളർത്തുന്നതും അതൊരു ട്രെൻഡാക്കിയിട്ട് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഇവർ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. എനിക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ, എത്ര ആളുകൾക്ക് അത് ഇഷ്ടമുണ്ട് എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈവെക്കുമോ? ജട പിടിച്ച മുടിയും പാറി പറക്കുന്ന മുടിയും കണ്ടാൽ തന്നെ ഇങ്ങനെ പേടിച്ച് ബോധം കെടാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് ഇഷ്ടമുണ്ട്? നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർ ഈ ത്യാഗം ചെയ്യണത് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കി. എത്ര ആളുകൾക്ക് ഇഷ്ടമുണ്ട്? ഉണ്ട് എന്ന് പറഞ്ഞ പ്രശ്നം മതി, തന്തവായ്പോ തള്ളവായ്പോ ആവോന്നുള്ള പ്രശ്നം ഉണ്ടാവും, പൊക്കാനുള്ള പ്രശ്നം. ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അവര് പൊക്കൂല. സത്യത്തിൽ ഇഷ്ടമുണ്ടോ? നിങ്ങൾ പറയും യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ് ഓർ നോ. ഉറക്കനെ പറയട്ടെ. എടാ എന്നാ പിന്നെ ബാർബർ ഷാപ്പുകാർക്ക് 100 രൂപ കൊടുത്തളി. സർ അതിന് ഇവർ രണ്ടിലും നല്ല മക്കളാണ്. ഈ രൂപത്തിലുള്ള നല്ല മക്കളെയാണ് നമുക്കെന്ത് സമൂഹത്തിന് ആവശ്യം, അല്ലേ? സത്യം. അല്ല, ഇപ്പൊ നേരെ നമ്മളിപ്പോ ഈ ഹൈസെക് എന്ന് പറയുമ്പോൾ ഈ ഹൈസ്കൂൾ സ്റ്റുഡൻസ്, അപ്പൊ അത്ര ആളുകളോട് വരുന്ന സമയത്ത് അവരുടെ ഒരു മനസ്സിലുള്ളൊരു നന്മയാണ് സത്യത്തിൽ അവരിവിടെ എത്തിക്കുന്നത്. അപ്പോൾ അല്ല, ഈ സാധാ സമയത്ത് തന്നെ ഇവിടേക്ക് വിളിച്ചാൽ വരാത്ത കുറേ ആളുകളുണ്ട്. അവർക്കിടയിൽ എന്ത് ചെയ്യാണ്, അവരോട് വരികയും ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഇവർ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോഴും അവർ ഈ രംഗത്ത്, നമ്മളെ ഈ ദീനിയായിട്ട് രംഗത്ത് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ പ്രത്യേകിച്ച് കാരണന്മാരായിട്ടുള്ള ആളുകളൊക്കെ, ഇപ്പോൾ നമ്മളെ പ്രായമുള്ള കുട്ടികളൊക്കെ പള്ളിയിലേക്ക് വരികയും അവർ ഈ ദീനിയായ രംഗത്ത് സഹകരിക്കാൻ കാണുമ്പോൾ പ്രത്യേകിച്ച് എന്തുണ്ട്, ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യാറുണ്ട്. സാധാരണ പറയാറുണ്ട്, ഈ ചില പള്ളി കമ്മിറ്റിക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ്, ഞങ്ങളത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ധാരാ നോക്കി നടത്താമെന്നൊക്കെ പറയും. സത്യത്തിൽ അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ ഒക്കെ ഇടയിലുണ്ട്. നമ്മുടെ ഈ മക്കളുടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി നടത്താനും ഇതിന് രംഗത്ത് വരാനൊക്കെ ആളുകളുണ്ട്. അപ്പം ആ രംഗത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണം, ഒരു പ്രചോദനമാവാനും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാട്ടിക്കൂടുന്നതിനനുസരിച്ച് അവരുടെ ചില നമ്മൾ സിനിമ ആവാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവാം, ഇതിനൊക്കെ അടിമപ്പെട്ടാണ് പല ചെയ്യുന്നത്. മറ്റൊരു സംഗതി ഉള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട്, അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അത് ടച്ച് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇത് പൂർണ്ണമാവില്ല എന്നുള്ള. എങ്ങടിപ്പോൾ ലഹരി എന്ന് പറയുന്ന സംഗതി നമ്മുടെ മൈൻഡ് നമ്മുടെ കൺട്രോൾ അല്ലാതാവുന്ന ഒരു സംഗതിയാണ്. ഒരു വാക്ക് പറയുമ്പോഴേക്ക് എന്ത് ചെയ്യും, അടുത്ത അടി വീഴും. കാരണം ഒന്നുമില്ല, പ്രത്യേകിച്ച് സ്വബോധത്തോടു കൂടി അല്ല അവർ പലരും ഇരിക്കുന്നത്. അപ്പം ലഹരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമ്പസുകളിലും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സജീവമായിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വരെ അതിൻ്റെ എന്താ പറയുക, ശരി അറിഞ്ഞുകൊണ്ടാണോ എന്ന് അറിയില്ല, പക്ഷെ അവരൊക്കെ അതിൻ്റെ അടിമകളാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ അനുഭവങ്ങൾ പക്ഷേ നമുക്ക് പറയാനുണ്ടാവും. ഒരു കാര്യം കൂടെ നിങ്ങൾ ലാസ്റ്റ്, ഈ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഗതിയാണ് ഈ ഉപദേശം എന്നുള്ളത്, പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയ സംഗതി സൂചിപ്പിക്കാൻ തോന്നുന്നു. നമ്മുടെ സമയം ഉണ്ടല്ലോ, അത് ഭയങ്കര എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. സമയം പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ, ഒരു ഇംഗ്ലീഷ് പ്രൊവേർബാണ്, അറിയാലോ. സമയവും തിരമാലയും ഒരാൾക്ക് വേണ്ടിയും കാത്തു നിൽക്കൂല എന്നാണ്. ഞാൻ ഈ പറയുന്ന സമയം എനിക്ക് ഇനി കിട്ടൂല. 3 മണി അല്ലെങ്കിൽ 2:55 എന്നുള്ളത് ഇന്നത്തെ ദിവസം ഈ വർഷത്തിൽ കഴിഞ്ഞു. ഇനി 2:56 എനിക്കുള്ളൂ, അടുത്ത മിനിറ്റേ ഉള്ളൂ. ഈ കഴിയുന്ന മിനിറ്റ് എനിക്കില്ല, കഴിഞ്ഞതുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവത്തിലെ, അതേപോലെ തന്നെ ശാസ്ത്രോത്സവത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ തന്നെ, അതായത് അവർക്ക് എക്സാം നടത്തിയാലും ഫുൾ മാർക്ക് ഉണ്ട്, A+കൾ ഉണ്ട്.
അതേപോലെ അവർക്ക് ക്രാഫ്റ്റിൽ അവരൊക്കെ ചെയ്ത ചില ഇപ്പോൾ കൊട്ട, അതുപോലെ ചോക്ക് നിർമ്മാണം, കൈത്തൊഴിലുകൾ, എംബ്രോയിഡറി വർക്കുകൾ, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കാരണം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ സമയം കിട്ടുന്നത്. എന്നിട്ടും എന്ത് ചെയ്തു, ആ സമയത്തിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇവരിത് കൈത്തൊഴിലുകൾ പഠിക്കുന്നുണ്ട്. ചില കുട്ടികൾ ഇപ്പോൾ സബ് ജില്ലാ കലോത്സവത്തിൽ പുതിയ ഭാഷകൾ വരെ പഠിച്ച കുട്ടികളുണ്ട്. മാഷാ അല്ലാ. ഞങ്ങളുടെ സ്കൂളിൽ 10 വർഷം മുൻപാണ് കന്നഡ കവിതാരചനയിൽ ഒരു കുട്ടി ഫസ്റ്റ് നേടിയെന്ന് പറഞ്ഞു സബ് ജില്ലയിൽ. ഈ വർഷം 10 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ മത്സരത്തിൽ പിന്നെ ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, മലയാളി പെൺകുട്ടിയാണ്, നമ്മളെപ്പോലെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയാണ്, പുതിയൊരു ഭാഷ അതിനു വേണ്ടിയിട്ട് പഠിക്കുകയാണ്. എന്നിട്ട് എനിക്ക് പിന്നെ ആ വിഷയം ഞാൻ ഓർക്കുന്നുണ്ട്. സംബന്ധകളു എന്ന് പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വിഷയം കൊടുക്കുന്ന സമയത്ത് ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ മനോഹരമായി കവിത രചിച്ചിട്ട് കന്നഡയിൽ, മലയാളത്തിലല്ല, നമ്മൾ അറബി പഠിക്കുന്നുണ്ട്, അറബിയിലല്ല, കന്നഡയിൽ ആ കുട്ടി 1ാം സ്ഥാനം വാങ്ങി. അപ്പോൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് അല്ലേ ഇഷ്ടമുണ്ടായപ്പോൾ, ഒരു പാഷനായിട്ട് എടുത്തപ്പോൾ ആ ഭാഷ പഠിക്കുകയും അതിൽ കവിതാരചനയിൽ 1ാം സ്ഥാനം വാങ്ങാനും കഴിഞ്ഞു. അപ്പം എനിക്ക് നിങ്ങൾ പറയാൻ എന്താ അറിയോ, നമ്മൾ ഈ ഫ്രീ പീരീഡ് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കിടന്നുറങ്ങും, അല്ലെങ്കിൽ ബെഞ്ച് തിരിഞ്ഞിരുന്നിട്ട് സംസാരിക്കും, പിന്നെ കള്ളന്, പോലീസ്, പിന്നെ വേറെ കുറെ ഐറ്റംസ് ഉണ്ട്, SOS, ഇങ്ങനെ വേറെ കുറെ സാധനങ്ങൾ കളിക്കുക. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ വേണം. അതൊക്കെ നമ്മളല്ലേ എന്താ പറയാ, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഹരം കിട്ടുന്ന ഓർമ്മകൾ, അതാണ് ഏറ്റവും രസം. മെമ്മറീസ് ഉണ്ടാക്കാൻ, മെമ്മറീസ് ഉണ്ടാവുമല്ല, മെമ്മറീസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാൻ, മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കച്ചറ. ഇതൊക്കെ അല്ലേടി നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അല്ലടാ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അതിനു വേണ്ടി. അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുത്തു നോക്കി നിങ്ങൾ. ഇതുപോലെ ടീച്ചേഴ്സിൻ്റെ ഇഷ്ടം, അവരുടെ പ്രാർത്ഥന, മാതാപിതാക്കളുടെ പ്രാർത്ഥന, അതൊന്നൊരു ചെറിയ കാര്യമല്ല. ആ ആശീർവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇവിടെയും വിജയിക്കുന്നത്, പരലോകത്തും വിജയിക്കുന്നത്. അപ്പോൾ പുതിയ ഭാഷ പഠിക്കാനും അതുപോലെ തന്നെ പുതിയ കൈത്തൊഴിലുകൾ പഠിക്കാനൊക്കെ അങ്ങനത്തെ സമയമൊക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ സ്കൂൾ ടൈമിൽ കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിലേറെ തിരക്കാവും, നമുക്ക് തോന്നുകയാണ് ഇതിനേക്കാൾ ഫ്രീ ടൈം കിട്ടുന്നു. ഒരിക്കലും ഇല്ല, ഫ്രീ ടൈം അല്ല, നമ്മൾ ഇതിനേക്കാൾ തിരക്കുള്ള ലോകത്തേക്കാണ് പോവുക. അപ്പോൾ കിട്ടുന്ന സമയം നമുക്ക് അല്ലേ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ, മത്സരങ്ങളുടെ കാലമാണിത്. 2 ഭാഷ അറിയുന്നവനും 3 ഭാഷ അറിയുന്നവനും വന്ന ഒരു കമ്പനി സെലക്ട് ചെയ്യുന്നത് 3 ഭാഷ അറിയുന്നവനെയാണ്. കാരണം വേറൊരാളെ അവർക്ക് അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ പുതിയ നല്ല കാര്യങ്ങൾ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിക്കണമേ. നിങ്ങളൊന്ന് പറഞ്ഞാണി, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ. കുറേ വിജ്ഞാനമുള്ള ലോകത്താണിത്. എത്ര വിജ്ഞാനങ്ങളുടെ റീലുകൾ നമ്മൾ എത്ര സ്ക്രോൾ ചെയ്താലും അവസാനിക്കാത്ത ലോകാണിത്, അവസാനിക്കാത്ത ലോകാണ് അല്ലേ. അങ്ങനെയുള്ള ലോകത്ത് പടച്ചോനെ എൻ്റെ സമയം, എൻ്റെ അറിവ് ഉപകാരപ്രദമാക്കി എനിക്ക് മാറ്റിത്തരണേ എന്നെന്ത് ചെയ്യണം? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ എത്തിപ്പെടും. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവും. അങ്ങനെ നല്ല മക്കളായിട്ട് മാറാൻ, അങ്ങനെയാണ് ഇനിയും അങ്ങനെ തന്നെ ആകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കാണ്, പ്രാർത്ഥിക്കാണ്. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സിൽ മക്കളോട് പറയുന്ന പോലെ തന്നെയുള്ള ചില സംസാരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു നല്ല നിലയിൽ ഏറെക്കുറെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ രംഗത്തൊക്കെ നമ്മൾ ഉണ്ടാവണമെന്ന് തന്നെയാണ്. ഭാരതത്തിൽ എല്ലാവിധ പ്രാർത്ഥനയും വിവിധവശം അവർക്കൊരു പിന്നെ ഈ രംഗത്തൊക്കെ എന്ത് ചെയ്യട്ടെ, ഇനിയും വളർന്നു വരാനും ഉയർന്നു വരാനും ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ആശീർവാദങ്ങളും ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇത്തരം പ്രോഗ്രാമുകൾ പങ്കെടുക്കാനും അതിൻ്റെ സംഘാടകരായി മാറാനും ഒക്കെ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനായ ഉബൈദുള്ള ഫാറൂഖി, അതോടൊപ്പം തന്നെ ആദിൽ നസീർ ഫാറൂഖ് ഹൃദ്യമായ നന്ദി കൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.